ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മോർണിംഗ് ഡേ ആണ് കേട്ടോ. ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്, ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ രാവിലെ ഒരു 5 മണിക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു. ആഹിലിന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ രാവിലെ കുത്തിപ്പൊക്കിയിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അവനിപ്പോൾ പഠിക്കാൻ ഭയങ്കര മടിയനാണ്. അത്യാവശ്യം നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നേച്ചാണ്, ഇപ്പോൾ ഭയങ്കര മടിയാണ് പഠിക്കാനായിട്ട്. അപ്പോൾ അവൻ സോഫയിലിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ ചായക്ക് വെച്ചു. ഞാൻ ഇങ്ങനെ ചായ വെക്കുമ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തേനും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചായപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ടാണ് പിന്നെ എടുത്തിട്ട് മധുരമൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ അങ്ങനെ കണ്ടായിരുന്നു, അങ്ങനെ ചായ കുടിക്കുമ്പോൾ കറക്റ്റ് ചായപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് വരുമെന്ന്. അതിനുശേഷം ഇങ്ങനെയാണ് ചായ വെക്കാറ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ, കാരണം മോന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ എനിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റാണ് മോൻ ഉച്ചയ്ക്ക് കൊടുത്തു വിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോറൊന്നും വെച്ചില്ല, നേരെ മുട്ടക്കറിയും ഇടിയപ്പവും കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോട്ടിൽസൊക്കെ ഏകദേശം കാലിയായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു ലൂസ് പാക്കറ്റാണ് വാങ്ങിക്കാറ്. മുട്ട കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മുട്ടക്കറിക്കുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെയാണ് അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ പേസ്റ്റാക്കി വെക്കാറുണ്ട്, പക്ഷേ എനിക്ക് പനി ഏതാണ് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്നേരമാണ് ഞാനിതൊക്കെ റെഡിയാക്കുന്നത്. രാവിലെ മോൻ പോകുന്ന സമയത്ത് തന്നെ ഉച്ചയ്ക്കത്തെയും രാവിലത്തെയും ഫുഡിൻ്റെ കഴിയും. മോന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം, എന്തായാലും ഉച്ചക്കത്തെ കാര്യം കൊണ്ട് രാവിലെ തന്നെ കഴിയും. ഉച്ചയ്ക്കത്തേക്ക് എളുപ്പമുള്ള കറിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഇതേപോലെ മുട്ടക്കറി ഇടിയപ്പമൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇവിടെ മിക്കപ്പോഴും പുട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. എല്ലാവർക്കും പുട്ടാണ് ഇഷ്ടം. പുട്ട്, കടലക്കറി, പുട്ട്, പരിപ്പൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇടിയപ്പമൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഇടിയപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിനിടയ്ക്ക് ആഹിൽ അപ്പോൾ വന്ന് പഠിച്ച് തന്നെ വന്ന് കേൾപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാം പഠിച്ചു കഴിഞ്ഞാണ്. ഞാനിവിടെ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് കൂട്ടത്തിലിരുന്ന് അവന് വേണ്ടിയാണ് ശരിക്കും ഞാൻ ട്യൂഷൻ തുടങ്ങിയത് തന്നെ. അവൻ കൂടെ ഇരുന്ന് പഠിക്കാറുണ്ട്. എന്നാലും മോർണിംഗിൽ ഒന്നും കൂടി ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ആളെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരുത്തും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ കേൾപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുക്കള ജോലിയും കഴിയും. അങ്ങനെയാണ് ചെയ്യാറ്. ആഹിലിന് ഞാൻ എന്നും സ്കൂളിൽ ചോറ് തന്നെയാണ് കേട്ടോ കൊടുത്തു വിടാറ്. ഒരു വെജിറ്റബിൾ തോരനും ഉണ്ടാവും, എന്തെങ്കിലും ഒരു കറിയും ഉണ്ടാവും, അല്ലെങ്കിൽ മുട്ട വറുത്തതുണ്ടാവും. അങ്ങനെയാണ് കൊടുത്തു വിടാറ്. ഇപ്പോൾ ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ ഫുഡ് തന്നെ അവന് കൊടുത്തു വിടുന്നത്. അവന് രാവിലത്തെ ഫുഡ് കൊണ്ടുപോകാനാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കും കേട്ടോ. ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. കൂടി നിൽക്കാനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ കിച്ചൺ ജോലിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ഏരിയ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആഹിൽ പോയതിന് ശേഷം ഉച്ചയ്ക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വർക്ക് ഏരിയയിലെ കംപ്ലീറ്റ് ജോലി കഴിഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോകാണ്ട്. ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആഹിലിന് ആദ്യം എടുത്ത് കൊടുത്തു, അവൻ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ അവന് അങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ അവന് ലഞ്ചായിട്ട് ഇടിയപ്പവും മുട്ടക്കറിയും തന്നെയാണ് കൊടുത്തത്. എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ സാവകാശം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനുള്ള ഫുഡ് കെട്ടി കൊടുത്തിട്ട് അവനപ്പോൾ ക്ലാസ്സിലേക്ക് പോവാണ്. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേയിലെ യൂണിഫോമാണ് റെഡ് കളറിലെ. അപ്പോൾ ആൾ സൈക്കിളിനാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ, ഒരു 1.5 കിലോമീറ്റർ അടുക്കേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വരെ സ്കൂൾ ബസ്സിനാണ് പോയിരുന്നത്. ഈ വർഷം തുടങ്ങിയാണ് സൈക്കിളിന് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അവനെ യാത്ര അയച്ചതിന് ശേഷം വന്നപ്പോഴത്തേനും ഇളയ ആൾ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.